ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ ദീപാവലിയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അധികം ചേരുവകളൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഫഡ്ജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഞാൻ ചേർക്കണത് ഇപ്പോൾ പാക്കറ്റിലൊക്കെ വരുന്നുണ്ടല്ലോ. ഇത് 200 ഗ്രാമാണ് കേട്ടോ, 210 ഗ്രാമാണ്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ടിന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, 200 ഗ്രാം എടുക്കുക കേട്ടോ നമുക്ക്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. മിൽക്ക് മെയ്ഡ് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചോക്ലേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 350 ഗ്രാം ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നല്ലോണം ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ വലിയ വലിയ പീസാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമില്ല, കാരണം പെട്ടെന്ന് അടി പിടിക്കും, അപ്പോൾ അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂണൊക്കെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ ബട്ടറൊന്നും ചേർക്കണില്ല. ഇതിനി നമുക്ക് നല്ലോണം അലിയിച്ചെടുക്കണം കേട്ടോ. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ചോക്ലേറ്റ് വേണം എടുക്കാനായിട്ട്. രണ്ടും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ അലിഞ്ഞിട്ടുണ്ട്. ഇനി വൈറ്റ് ചോക്ലേറ്റിന് എന്താ വെച്ചാൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് പോലെ പെട്ടെന്ന് നല്ലോണം മെൽട്ടായിട്ട് വരില്ല. ഇത് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഏത് ട്രേയിലാണോ ആക്കണം അതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം ഇങ്ങനെ കട്ട പിടിക്കുന്നതുകൊണ്ട് ഒന്ന് അരിച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സോ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റാക്കാനായിട്ട് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ നട്ട്സാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് വെറുതെ അങ്ങനെ ഇട്ട് കൊടുക്കണില്ല, നമുക്ക് ചെറുതായിട്ട് അതിലേക്കൊരു ഷുഗർ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. താഴത്തെ വൈറ്റ് ചോക്ലേറ്റും മുകളിൽ ഇതൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതൊരു നൂൽപ്പരുവം ആവണം കേട്ടോ. അതുവരയ്ക്ക് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഏലക്കയാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ വാനിലയാണ് ചേർത്ത് കൊടുത്തത്. ഇനി പൈനാപ്പിൾ എസൻസോ നമുക്ക് എസൻസും മാറ്റിയെടുക്കാം കേട്ടോ. ഒരു നൂൽപ്പാകം ആവണ സമയത്ത് നമുക്ക് ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഞാൻ നല്ലോണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയാണ് കേട്ടോ എടുത്തിരിക്കണം. അതും നമുക്ക് ഏതൊക്കെ ഇഷ്ടമാണോ അതനുസരിച്ച് എടുക്കാം. പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നട്ട്സ് ഒരു 2.5 പിടി നട്ട്സാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് അളവ് ഞാൻ നോക്കിയില്ല കേട്ടോ. ഓരോന്നും ഒരു 25-50 ഗ്രാം വെച്ച് എടുത്തിട്ടുണ്ട്. പിസ്ത വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരു 5-6 പിസ്തേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലോണം ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ചും കൂടി പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ വളരെ കുറവായി. പക്ഷേ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ലെയറായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, അതിൽ ഷുഗർ, പക്ഷേ പഞ്ചസാരയുടെ ടേസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു ഷുഗർ സിറപ്പിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അങ്ങനെ വിട്ടായിട്ട് വരുന്നു. നമുക്ക് ഒന്നിച്ചായിട്ട് ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് കിടക്കുകയാണെങ്കിൽ ഒന്നും കൂടി രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ലെയറാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ വിട്ട് നിൽക്കണതുകൊണ്ടാണ് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു 4 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാകമാക്കിയാൽ മതി. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ നട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തണുക്കണം കേട്ടോ. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തണുപ്പോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നട്ട്സ് ഇങ്ങനെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഫ്രൈ ഒന്നും ചെയ്തിട്ടല്ല ഇട്ടിരിക്കണം, ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല. പക്ഷേ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരമുണ്ട്, പക്ഷേ ഇങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ
ബട്ടർ പേപ്പർ നമ്മൾ മെല്ലെ മാറ്റി കൊടുക്കുക. നല്ലോണം സെറ്റായാലാണ് ബട്ടർ പേപ്പർ എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വലിഞ്ഞ ടൈപ്പായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ബട്ടർ പേപ്പർ ഉണ്ടാവുമല്ലോ, അത് മാറ്റി കൊടുക്കാം. നല്ലോണം സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ പേപ്പർ തന്നെ വരും. അപ്പോൾ ഇതാ കണ്ടോ, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. രസമായിട്ട് കാണാൻ മാത്രമല്ല ടേസ്റ്റും അടിപൊളിയാണ്. അധികം ചേരുവകളൊന്നുമില്ല, വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. അത് നട്ട്സ് നമ്മളായിട്ട് ചേർത്തതാണ്. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്, ദീപാവലിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാതെ വരേക്കും. ബൈ ബൈ.